I forgive him. സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, ചാർലി കിർക്കിൻ്റെ ഫ്യൂണറലിൻ്റെ ചില രംഗങ്ങളാണ് നമ്മൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. ഇന്ന് വരെ അമേരിക്കയുടെ ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത അഭൂതപൂർവമാകുന്ന ഒരു മെമ്മോറിയൽ സർവീസാണ് ചാർലി കിർക്കിന് കിട്ടിയത്. അരിസോണയിലെ ഫോയിനിക്സിലുള്ള ഒരു വലിയ സ്റ്റേഡിയത്തിൽ 100,000-ഓളം ആളുകൾ തടിച്ചുകൂടിയ വലിയൊരു മെമ്മോറിയൽ സർവീസ്. അമേരിക്കയിലെ വളരെ പ്രമുഖരാകുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ, സാമൂഹിക രംഗത്തുള്ളവരൊക്കെ വന്ന് അനുശോചനം പറഞ്ഞ, ചാർലി കിർക്കിനെക്കുറിച്ച് 2 വാക്കുകളൊക്കെ പറഞ്ഞ ഒരു വലിയ മെമ്മോറിയൽ സർവീസാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഈ ഒരു മെമ്മോറിയൽ സർവീസിൻ്റെ ലൈവ് ചാർലി കിർക്കിൻ്റെ തന്നെ ചാനലിൽ ഒരേ സമയത്ത് 6 ലക്ഷത്തിലധികം ആളുകളാണ് കണ്ടുകൊണ്ടിരുന്നത്. അതായത് കോടിക്കണക്കിന് ആളുകൾ ലൈവായിട്ട് തന്നെ ഈ ഒരു മെമ്മോറിയൽ സർവീസ് കഴിഞ്ഞ ദിവസം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അഭൂതപൂർവമാകുന്ന ഒരു പ്രതികരണം. ചാർലി കിർക്ക് എന്ന ആർത്ത് അലയ്ക്കുന്ന ജനങ്ങളുടെ വലിയൊരു കൂട്ടം, ചാർലി കിർക്കിൻ്റെ സന്തത സഹചാരികളാകുന്ന പാസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ഔദ്യോഗികമാകുന്ന ബഹുമതിയോടുകൂടെ അമേരിക്കയുടെ ദേശീയഗാനമൊക്കെ പാടി ഔദ്യോഗിക ബഹുമതിയോടുകൂടെ അദ്ദേഹത്തിന് ഒരു വലിയ മെമ്മോറിയൽ സർവീസാണ് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന സഹപ്രവർത്തകർ, ചില പാസ്റ്റേഴ്സ്, പൊളിറ്റിക്കൽ ലീഡേഴ്സ്, ഇവരൊക്കെ തടിച്ചുകൂടിയ ഒരു ജനസമൂഹം. ഇവാഞ്ചലിക്കൽ പാസ്റ്റേഴ്സ് പലരെയും ആ വേദിയിൽ നമുക്ക് കാണുവാൻ കഴിയുമായിരുന്നു. അദ്ദേഹവുമായി ബന്ധത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ടേണിംഗ് പോയിൻ്റ് USA എന്ന് പറയുന്ന സംഘടനയുടെ പ്രതിനിധികൾ, മറ്റ് മാധ്യമ പ്രവർത്തകർ, പ്രസിദ്ധരാകുന്ന ഇവാഞ്ചലിക്കൽ പാസ്റ്റേഴ്സ്, അദ്ദേഹത്തിൻ്റെ മെൻറ്റേഴ്സായിരുന്ന ആളുകൾ, ഇവരെയൊക്കെ കൂടാതെ അമേരിക്കൻ വൈസ് പ്രസിഡൻറ്റ്, അതുപോലെ തന്നെ അമേരിക്കയുടെ പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപ്, ഇവരൊക്കെ ഈ വേദിയിൽ വന്ന് ചാർലി കിർക്കിനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുവാൻ ഇടയായിത്തീർന്നു. പ്രത്യേകിച്ചും ഈ അമേരിക്കയുടെ വൈസ് പ്രസിഡൻറ്റ് JD വാൻസ് പറഞ്ഞ ആ വാക്കുകൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. That I always felt a little uncomfortable talking about my faith in public as much as I loved the Lord and as much as it was an important part of my life. I have talked more about Jesus Christ in the past 2 weeks than I have my entire time in public life. അദ്ദേഹം പറയുകയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ എൻ്റെ വിശ്വാസത്തെക്കുറിച്ച് തുറന്ന് പങ്കുവെക്കുവാൻ മടിയുള്ളവനായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഞാൻ എങ്ങനെ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് കേട്ട ജനക്കൂട്ടം മുഴുവൻ കൈയടിച്ച് എഴുന്നേറ്റ് നിൽക്കുവാൻ ഇടയായിത്തീർന്നു. ഇതിലൊക്കെ അപ്പുറമായിട്ട് ചാർലി കിർക്കിൻ്റെ ഭാര്യ, ഞാൻ അവരെ ജിം എലിയറ്റിൻ്റെ ഭാര്യ എലിസബത്ത് എലിയറ്റിനോടെയാണ് സാദൃശ്യപ്പെടുത്തുന്നത്. ജിം എലിയറ്റിൻ്റെ മരണശേഷം ഒക്കാ മിഷൻ ഏറ്റെടുത്ത് അതിനെ പൂർത്തീകരിച്ച ആ ധീര വനിതയെപ്പോലെ ഇന്ന് ചാർലി കിർക്ക് തുടങ്ങിയ ടേണിംഗ് പോയിൻ്റ് USAയുടെ അടുത്ത നേതൃത്വത്തിലേക്ക് കടന്നു വന്ന ഈ മാന്യ വനിത അവർ പറഞ്ഞ വാക്കുകൾ. My husband Charlie, he wanted to save young men just like the one who took his life. അവർ പറയുകയാണ്, ചാർലി കിർക്ക് യുവാക്കളെ സ്നേഹിച്ചു. കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ എങ്ങനെയാണോ ഇവർ ചെയ്യുന്നതെന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞത്, അതുപോലെ തന്നെ ഞാൻ ആവർത്തിക്കുന്നു, ഞാൻ ആ ചെറുപ്പക്കാരനോട് ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സദസ്സിന് കണ്ണുനീര് അടക്കുവാൻ കഴിഞ്ഞില്ല. That young man on the cross, our Savior said, Father, forgive them, for they not know what they do. That man, that young man, I forgive him. അവർ വലിയ സ്റ്റാൻഡിംഗ് ഒവേഷൻ നൽകി നീണ്ട കരഘോഷങ്ങൾക്കിടയിലൂടെ
ആ സഹോദരി ലോകത്തോട് വിളിച്ചു പറയുകയാണ് ക്രിസ്തീയ വിശ്വാസം എന്താണ്, ശത്രുക്കളെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്. ഒരിക്കലും ചരിത്രത്തിൽ അവിസ്മരിക്കുവാനാവാത്ത ഒരു രംഗം വാക്കുകൾ. ഇത് ആസാദിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി സമർപ്പിക്കുന്നു. I forgive him because it was what Christ did and is what Charlie would do. The answer to hate is not hate. The answer we know from the gospel is love, and always love. Love for our enemies and love for those who persecute us. The world needs Turning Point USA. It needs a group that will point young people away from the path of misery and sin. It needs something that will lead people away from hell in this world and in the next. It needs young people pointed in the direction of truth and beauty.